9 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് 10 കൊല്ലവും ജീവപര്യന്തം വരെ ശിക്ഷ കൊടുക്കാമെന്നുള്ള കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ 3 കൊല്ലം വരെയാണ്. അപ്പോൾ ഇത് ജീവപര്യന്തം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും 325 വകുപ്പ് CRPC പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് മേളിലുള്ള ഹിയറിംഗ് കഴിഞ്ഞു. അതിന് മേളിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് സെൻറ്റൻസ് പറയില്ല, CJM കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. വിധി പറയും. ഞാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്ത അപേക്ഷ കോടതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സെൻറ്റൻസ് പറയില്ല, അത് CJM കോടതിയിലേക്ക് ഫയലെല്ലാം ഫോർവേഡ് ചെയ്ത് CJM കോടതിയായിരിക്കും ഇതിന് മുകളിലുള്ള സെന്റൻസ് പറയുക. അത് 2:45 അറിയാം. എൻ്റെ അപേക്ഷ പരിഗണിച്ചിട്ടില്ല എങ്കിൽ കണ്ടെത്തിയെന്ന് പറയുന്ന കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന വകുപ്പുകളിൽ പ്രകാരമുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുന്നതായിരിക്കും. 2:45 കോടതി അതിന് മേലുള്ള വിധി പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, മേൽക്കോടതിയിലേക്ക് പോകാൻ അവകാശമില്ല എന്നല്ല, അത് പ്രീ മെച്യൂർ ആയിപ്പോയി. നമ്മൾ ആ സമയത്തല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. സെൻറ്റൻസ് പറയുന്ന സമയത്ത് വേണം ഫയൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മൊമെൻറ്റിൽ വേണം അത് ഫയൽ ചെയ്യേണ്ടത്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ്. അപ്പം അതിന് സെൻറ്റൻസ് പറയാതെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഈ പ്രതികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ 325 വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരമുള്ള സെൻറ്റൻസ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും 2:45 അതിന് മേലുള്ള വിധി കോടതിയിൽ നിന്ന് തന്നെ പറയുന്നതായിരുന്നു പറഞ്ഞത്. അല്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 409 വകുപ്പ് ഉള്ളതുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അത് ഇന്ന് സെൻറ്റൻസ് പറയാതെ മുകളിലോട്ട് മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 1990 നടന്ന ഒരു സംഭവത്തിന് മേളിൽ ഒരു കോടതിയിലെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവഡോർ സെൽവയിലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി NDPS കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം 2ാം പ്രതി കൈക്കലാക്കുകയും അതിൽ രൂപമാറ്റം വരുത്തിയതിന് ശേഷം 4 മാസത്തിന് ശേഷം അത് തിരിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ട് അങ്ങനെ ഒരു ഹാജരാക്കിയ തൊണ്ടി മുതലിനെ പ്രതിക്ക് യോജിക്കില്ല എന്ന് ഉള്ള വാദമുഖം അന്നത്തെ ഡിഫൻസ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി 10 കൊല്ലവും 1 ലക്ഷം രൂപയും ശിക്ഷിച്ച കേസിന് മേളിൽ അപ്പീല് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലും പ്രതി ഇതേ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാറിന് ഡയറക്ഷൻ കൊടുക്കുകയും രജിസ്ട്രാർ ആ പ്രതിയെ കൊണ്ട് ഈ അടിവസ്ത്രം ട്രൈ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ ഇത് പ്രതിക്ക് യോജിക്കില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഒറ്റ കാരണത്താൽ മാത്രമാണ് ആ കേസിലെ പ്രതിയെ അന്ന് കോടതി കുറ്റമുക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് ഇതിനു മേലുള്ള ഒരു അന്വേഷണം നടത്തുകയും ആ തൊണ്ടി മുതലായ അടിവസ്ത്രം FSLലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. FSL പരിശോധനയിൽ ഇതിൽ രൂപമാറ്റം വരുത്തുകയും അതിൽ വെട്ടി ചെറുതാക്കി ആണ് തിരിച്ച് ഹാജരാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് പോലീസ് അന്വേഷിച്ചാലേ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ പറ്റുമുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ശിരസ്താർ മുഖാന്തരം അന്നത്തെ വഞ്ചൂർ കോടതിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIR ആണ് അന്വേഷണത്തിൻ്റെ അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ 29 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിൽ 10 വരെ പ്രോസിക്യൂഷന് മരണം സംഭവിച്ചതിനാലും അസുഖം കാരണം നമുക്ക് വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി 19 പ്രധാനപ്പെട്ട സാക്ഷികളെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വിസ്തരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്തു നിന്ന് അവരിൽ നിന്ന് കിട്ടിയ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സെക്ഷൻ 34 കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 2 പ്രതികൾക്കും കൂട്ടുത്തരവാദിത്തമുള്ളതായിരുന്നു. അതുകൊണ്ട് ഒരാളാണ് ഇന്ന കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് മാറി നീക്കാൻ സാധിക്കില്ല. സെക്ഷൻ 34 പ്രകാരം അവർക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. അതായത് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ അംഗീകരിച്ച് പ്രതികൾ 2 പേരും കുറ്റക്കാരാണെന്ന് ശിക്ഷിക്കുകയും മാത്രമല്ല
409 അതായത് പരമാവധി ശിക്ഷ കിട്ടാനുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ വിധിയെ സംബന്ധിച്ച സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതെ. പ്രതികൾ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് 6 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം MLA ആണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ MLA പദവിയുടെ സ്റ്റാറ്റസ് എന്താണ്? അത് നിയമവശതയാണ്. അതിന്റെ നിയമവശം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് കൺവിക്റ്റ് ആണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ഇലക്ഷനുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അതിന്റെ പരമാവധി 2 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷയുള്ളതുകൊണ്ട്. അതെ 2 കൊല്ലത്തിന് മുകളിലോട്ടുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ MLA സ്ഥാനം നഷ്ടപ്പെടും. അത് അതിനെക്കുറിച്ച് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഉള്ളത് പ്രസന്റ് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രതികളാണ് തീരുമാനിക്കേണ്ടത്. അപ്പീൽ അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജയമോഹൻ എൻ്റെ കൂടെ ഇന്ന് പ്രസന്റ് ആണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ്റെ കുറിച്ചുള്ള ഒരു ഫൈൻഡിങ് അന്നത്തെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസ്സാക്കിയ ജഡ്ജിമെൻറ്റിൽ പറയുന്നുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള ഒരു തിരിമറി നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ജഡ്ജിമെൻറ്റിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മേലിലെ വകുപ്പ് തല അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഓഫീസർ സുപ്രീം കോടതിയിൽ പോയാണ് ആ നിരീക്ഷണങ്ങൾ മാറ്റിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓഫീസറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഓഫീസറുടെ ഭാഗത്തു നിന്നല്ല ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, വേറെ ഏതോ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ ഓഫീസറും ഹൈക്കോടതി വിജിലൻസിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജയമോഹൻ സാറ് വലിയ